ഇടതുപക്ഷ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള മാപ്ര രോഷം നോക്കണേ. DGP റവാഡ ചന്ദ്രശേഖരൻ ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ സംഘപരിവാർ വിധേയപ്പെട്ട മാപ്രകൾ അവർക്ക് പോലീസിന്റെ നടപടിയിൽ തൃപ്തിയില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചവരെയൊന്നും ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അതെന്താണ് എന്ന രീതിയിൽ DGPയോട് പൊട്ടിത്തെറിക്കുകയാണ്. ഇവരുടെ ഉള്ളിലെ ഇടതു വിരോധത്തിന്റെ നേർസാക്ഷ്യമാണ്. ആഭ്യന്തരമന്ത്രിയെ കണ്ടതിന് ശേഷം റവാഡ ചന്ദ്രശേഖർ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന് കാലാഞ്ചി വന്നിട്ടുണ്ട്. ഇതിനകത്ത് സമൂഹം സംസാരിച്ചിരുന്നു. കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഇന്നലെ ADGP തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ 50 പോലീസ് വരെയാണ് അവിടെ വിന്യസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിന്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ബലമായിട്ട് ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈ റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്. അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. ഈ അക്രമം നടക്കുന്നത്. അതെ, പോലീസ് അതുകൊണ്ട് തന്നെയല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസുണ്ടായിരുന്നു. പോലീസ് മാറി നിൽക്കുന്നു. ആ വാഹനങ്ങൾ ആക്രമിക്കുമ്പോൾ പോലീസ് രണ്ട് സൈഡിലേക്ക് അതിന്റെ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിട്ട് തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ എല്ലാവരും അറസ്റ്റ് പോലീസിന്റെ മുന്നിൽ അവരുണ്ടായിരുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തു? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. എന്താണ് ഇന്നലെ സംഭവിച്ചെന്നുള്ളത് അന്വേഷണമായിട്ട് പറയാം. തീർച്ചയായും നമ്മൾ എല്ലാ വിഷയത്തിലും കൂടെ ഞങ്ങൾ എന്ത് സംഭവങ്ങൾ തന്നെ അത് നമ്മൾ വിശ്ലേഷിക്കും. അതിലുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കും. മുന്നോട്ട് നമ്മുടെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും എത്തിയില്ല. ജൂനിയർ IPS ഉദ്യോഗസ്ഥരെ ഉണ്ടായിരുന്നു. അവരുടെ DCPമാരുടെ ചുമതല അവർ ചെയ്യുന്നതാണ്. അതിലേക്ക് അവരുടെ ചുമതല ആക്ച്വലി ചെയ്യേണ്ടത് ഇതിനകത്തേക്ക്. അല്ല, ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിലുള്ള ഉചിതമാക്കുന്നു മാത്രമല്ലേ. അതിന്റെ നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ വി ഹാവ് ഡിപ്ലോയ് മോർ ദാൻ 300 persons അവിടത്തേക്ക്. ആ സമയത്ത് ടോട്ടൽ ഇന്നലെ ഈ സംഭവത്തില് 300ഓളം പേര് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ വീട്ടിന് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്? അതിന്റെ അങ്ങനെയല്ല. അതിന് വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. സംഭവിച്ചിട്ടുണ്ട്. വി ഹാവ് ടേക്കൻ കേസ് ആൻഡ് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ. തീർച്ചയായിട്ടും ഇല്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. താങ്ക് യു. DGP പറയുന്നു 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ സംഘടനവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് നേരെ ചെരുപ്പെറിഞ്ഞവരെ പോലും അറസ്റ്റ് ചെയ്തില്ല എന്ന രീതിയിൽ ഇവർ ചോദ്യം ചോദിക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്നത്തെ സന്ദർഭത്തിൽ ഇതൊക്കെ പ്രതിഷേധം സ്വാഭാവികമല്ലേ എന്ന രീതിയിൽ ലഘൂകരിച്ചവർ, ആ അറസ്റ്റൊക്കെ തെറ്റാണെന്ന് പറയാൻ ശ്രമിച്ചവർ, ഈ നാട്ടിൽ പ്രതിഷേധിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചവർ, പൊടുന്നനെ ആ ഒരു ടോൺ അങ്ങ് മാറിയ രീതി കണ്ടോ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം. ഇതിൽ DGP പറഞ്ഞ കാര്യം മാത്രം കട്ട് ചെയ്തെടുത്ത് നിങ്ങളെ കേൾപ്പിച്ചതിന് ശേഷം DGP ഇങ്ങനെ ഉള്ളിൽ തോന്നി പറഞ്ഞ കണക്ക് തോന്നും. അല്ല, ഇവർക്ക് ചില ടാർഗറ്റുകളുണ്ട്. ആ ടാർഗറ്റുകൾ നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ചില ടാർഗറ്റുകളുണ്ട്, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളുണ്ട്. അതിനെയാണ് ചോദ്യം എന്ന പേരിൽ സംഘപരിവാറുകാരനും കോൺഗ്രസ്സുകാരിയൊക്കെ ഉന്നയിക്കുന്നത്. ആ ഉന്നയിക്കുന്നതിനെ നമ്മൾ പറയും മാധ്യമ പ്രവർത്തനം. അതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ആ മേഖലയ്ക്ക് തന്നെ അപമാനമാണ് എന്നതിന്റെ തെളിവാണ്. ഒരു സംഭവവികാസമുണ്ടായി, അതിൽ ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ല, കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ്, ഞങ്ങൾ ശാഠ്യം പിടിക്കുകയാണ്, ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല, എന്തായി അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ DGPയോടൊക്കെ ചാടിക്കടിക്കുമ്പോൾ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഈ ആവേശം കാണിക്കൂ? അല്ലെങ്കിൽ കേരളത്തിൽ BJP നേതാക്കന്മാർ കാണിച്ച അക്രമ സംഭവങ്ങൾക്കെതിരെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ആവേശം വരും? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കാട്ടിയാൽ വരും? വരില്ല. ഇതിന്റെ പേരാണ്
മാധ്യമ പിമ്പ് പണി എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ നേതാക്കന്മാർ ഒന്ന് കണ്ടിരിക്കണം. നേതാക്കന്മാർ ഇവരുടെ മുന്നിൽ പോയി വിനീതന്മാരായിട്ടും സൽസ്വഭാവികളായിട്ടും ഇവർ ഓഡിറ്റ് ചെയ്യും പോലെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നിടത്ത് കൂടെ നിന്ന് കാലുവാരുന്നവരാണെന്നുള്ള ചിന്തയെങ്കിലും വേണം. അതുകൊണ്ട് അകറ്റി നിർത്തുന്നതാണ് അന്തസ്സെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്.